ഇന്ന് പുതിയൊരു ടോപ്പിക്കിലേക്ക് കടക്കുകയാണ്. ഏൻഷ്യന്റ് ഇന്ത്യയുടെ പുതിയൊരു ടോപ്പിക്കിലേക്ക് കടക്കുകയാണ്. ദാറ്റ് ഈസ് മഹാജനപദാസ്. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ലേറ്റർ വേദിക് പീരീഡ് ഒക്കെ ഡിസ്കസ് ചെയ്ത സമയത്ത് നമ്മൾ പറഞ്ഞു ജനാസ്, പണ്ട് ഏർലി വേദിക് കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്ന ട്രൈബൽ ഗ്രൂപ്പിംഗ് ആയിരുന്നു ജനാസ് എന്ന് പറയുന്നത്. ഈ ജനാസ് കൂടിച്ചേർന്ന് ജനപദാസ് രൂപീകരിച്ചു എന്ന് പറഞ്ഞു. ജനപദാസ് എന്ന് വെച്ചാൽ കിങ്ഡംസ് ആണ്. ഇതുപോലെ കുറച്ച് പ്രോമിനൻ്റ് ആയിട്ടുള്ള രാജ്യങ്ങൾ ഇന്ത്യയുടെ നോർത്തേൺ ഭാഗത്ത് ഈ ഒരു കാലഘട്ടങ്ങളിൽ നടക്കുന്നുണ്ട്. അത് ലേറ്റർ വേദിക് കാലഘട്ടത്തിൽ എമേർജ് ആയിട്ടുണ്ട്. അത്തരം കിങ്ഡംസിനെയാണ് നമ്മൾ ജനപദാസ് എന്ന് പറയുന്നത്. പ്രോമിനൻ്റ് ആയിട്ട് ചില രാജ്യങ്ങളുണ്ട്. കിങ്ഡംസിൽ തന്നെ ചെറിയ കിങ്ഡംസും ഉണ്ട്, വലിയ കിങ്ഡംസും ഉണ്ട്. പ്രോമിനൻ്റ് ആയിട്ടുള്ള വലിയ കിങ്ഡംസിനെ നമ്മൾ മഹാജനപദാസ് എന്ന് വിളിക്കും. ഓക്കെ, ജനാസ്, ജനപദാസ്, മഹാജനപദാസ്, അങ്ങനെയാണ് ഇതിൻ്റെ രൂപീകരണം നടന്നിരിക്കുന്നത്. ഓക്കെ, ഇത് ഈ കാണുന്നതെല്ലാം ഡിഫറെൻറ്റ് മഹാജനപദാസ് ആണ്. ചില പ്രധാനപ്പെട്ട മഹാജനപദാസും അതിൻ്റെ ലൊക്കേഷൻസും ഞാനൊന്ന് കാണിച്ചു തരാം. നിങ്ങൾ പറ്റുമെങ്കിൽ ഒന്ന് എഴുതിയെടുക്കുക. ഓക്കെ, മഹാജനപദാസ്. ഈ മഹാജനപദാസിൻ്റെ എമർജൻസ് ലേറ്റർ വേദിക് കാലഘട്ടത്തിലാണ് സംഭവിച്ചിരിക്കുന്നത്. ഏകദേശം ഒരു 7ാം നൂറ്റാണ്ടോ അല്ലെങ്കിൽ 7th സെഞ്ച്വറി BC അല്ലെങ്കിൽ ഒരു 8th സെഞ്ച്വറി BC എമേർജ് ആയിപ്പെട്ടിട്ടുള്ളൊരു കോൺസെപ്റ്റ് ആയിരിക്കാമെന്നാണ് ഇപ്പോൾ വിശ്വാസം. പക്ഷെ പല തിയറീസ് ഉണ്ട് കേട്ടോ. ഇത് ഇതിനേക്കാളും മുൻപേ വന്നു എന്ന് പറയപ്പെടുന്നുണ്ട്, അതിനുശേഷം വന്നു എന്ന് പറയപ്പെടുന്നുണ്ട്, നമുക്കറിയില്ല. പറയപ്പെടുന്നത് മെജോറിറ്റി ഓഫ് ആൾക്കാരും പറയുന്നത് 7ാം നൂറ്റാണ്ട് 8ാം നൂറ്റാണ്ട് BC എപ്പോഴോ എമേർജ് ആയി വന്നിട്ടുള്ളതാണ്. ഓക്കെ, എമേർജ് ആയി വന്നത് ആ സമയത്താണ്. അത് കഴിഞ്ഞ് പിന്നെ ദേ സ്റ്റാർട്ട് ടു എക്സ്പാൻഡ്. പ്രധാനപ്പെട്ട മഹാജനപദാസ് നമുക്ക് നോർത്ത് വെസ്റ്റേൺ ഭാഗത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. വൺ ഈസ് കാംബോജ. കാംബോജ എന്ന് പറയുന്നൊരു മഹാജനപദയുണ്ട്. ഓക്കെ, അതിൻ്റെ ക്യാപിറ്റലാണ് കാപിസി എന്ന് പറയും. കാപിസിന്നോ പറയും. കാംബോജ ക്യാപിറ്റൽ കാപിസി, അവിടെ എഴുതിയിട്ടുണ്ട് കാപിസി. അത് കഴിഞ്ഞ ഗാന്ധാര. ഗാന്ധാരയുടെ ക്യാപിറ്റൽ വാസ് തക്ഷശില. നിങ്ങൾ മഹാഭാരത കഥകളിലൊക്കെ കേട്ട് പരിചയമുള്ള ഗാന്ധാര. ഗാന്ധാര ക്യാപിറ്റൽ വാസ് തക്ഷശില. ദെൻ പ്രധാനപ്പെട്ട ഒന്നാണ് കുരുവംശം. കുരു നമ്മൾ ഓൾറെഡി ഏർലി വേദിക് കാലഘട്ടത്തിലും പഠിപ്പിച്ചതാണ്. ഞാൻ ഒരു ബാറ്റിൽ ഓഫ് 10 കിങ്സിനെ കുറിച്ച് പറഞ്ഞു. അതിൽ ഭരത ട്രൈബ് മറ്റു ട്രൈബുകളെല്ലാം കൂട്ടിച്ചേർത്തുകൊണ്ട് ഒരു പുതിയ കിങ്ഡം രൂപീകരിച്ചു. ദാറ്റ് വാസ് കുരു എന്നൊക്കെ പറഞ്ഞു. കുരുവിൻ്റെ ആദ്യത്തെ ക്യാപിറ്റൽ ഹസ്തിനപുരമാണ്. ദ സെക്കൻഡ് ക്യാപിറ്റൽ വാസ് ഇന്ദ്രപ്രസ്ഥ. പണ്ട് മഹാഭാരത കഥകളിൽ പാണ്ഡവരുടെ ക്യാപിറ്റലായിട്ടാണ് ഇന്ദ്രപ്രസ്ഥയെ പറയാറുള്ളത്. ഇന്നത്തെ ഡൽഹിയുടെ ഭാഗമായിട്ട് വരും ഇന്ദ്രപദ്, അഥവാ ഡൽഹിയുടെ റീജൻസ് ആണ് ഇന്ദ്രപ്രസ്ഥ എന്ന് പറയുന്നത്. പിന്നെ പാഞ്ചാല എന്ന് പറയുന്ന സ്ഥലമുണ്ട്. പാഞ്ചാലയ്ക്ക് 2 ക്യാപിറ്റൽസ് ഉണ്ട്. ഒന്ന് കാമ്പില്യ. പാഞ്ചാലയുടെ വൺ ഓഫ് ദി ക്യാപിറ്റൽ വാസ് കാമ്പില്യ. ആൻഡ് ദ സെക്കൻഡ് ക്യാപിറ്റൽ ഇസ് അഹിഛത്ര. ഐഛത്ര എന്ന് പറയുന്ന സ്ഥലമുണ്ട്. ഐഛത്ര ആൻഡ് കാമ്പില്യ, 2 ക്യാപിറ്റൽസ്. ദെൻ കോസല കിങ്ഡം. കോസല കിങ്ഡത്തിനും 2 ക്യാപിറ്റലാണ്. വൺ ഇസ് അയോധ്യ, രാമൻ്റെയൊക്കെ അയോധ്യ. ദ സെക്കൻഡ് ക്യാപിറ്റൽ ഇസ് ശ്രാവസ്തി. അയോധ്യ ആൻഡ് ശ്രാവസ്തി. ദെൻ മല്ല എന്ന് പറഞ്ഞൊരു കിങ്ഡം ഉണ്ട്. മല്ല. ഓക്കെ, മല്ല ക്യാപിറ്റൽ ഇസ് കുഷിനഗര. KUSI, കുഷിനഗർ അഥവാ കുഷിനഗര എന്ന് പറയും. മല്ലയുടെ ക്യാപിറ്റലാണ്. ദെൻ വാജി എന്ന് പറയുന്നത് ഒരു സിംഗിൾ കിങ്ഡം ആണെങ്കിലും 8 ക്ലാനുകളുടെ ഒരു കോമ്പിനേഷനാണ്. 8 ക്ലാൻസ് കമ്പൈൻ ചെയ്ത് വന്നിട്ടുള്ളൊരു കോൺഫെഡറസിയാണ് വാജി എന്ന് പറയുന്നത്. 8 ക്ലാനുകളുടെ കോമ്പിനേഷനാണ് വാജി. ആൻഡ് ദർ ക്യാപിറ്റൽ വാസ് വൈശാലി. വാജി ക്യാപിറ്റൽ വൈശാലി. ദെൻ അങ്ക ക്യാപിറ്റൽ ചെമ്പ. പണ്ട് മഹാഭാരത കഥകളിൽ അംഗരാജ്യം എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടാവും അല്ലെ. അംഗരാജ്യത്തിലെ രാജാവായിട്ട് കർണനെയൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടാവും. കഥകളിൽ പറഞ്ഞിട്ടുള്ളതാണ്. അങ്ക ക്യാപിറ്റൽ ചെമ്പ. ഇന്നത്തെ ബീഹാറിന്റെ ഭാഗമായിട്ട് വരും. നിങ്ങൾ ചമ്പാരൻ സത്യാഗ്രഹം എന്നൊക്കെ കേട്ടിട്ടില്ലേ. ചെമ്പ ആണ് ചമ്പാരനായിട്ടുള്ളത്. പിന്നെ മഗധ ക്യാപിറ്റൽ രാജഗൃഹ. ദ ഫസ്റ്റ് ക്യാപിറ്റലാണ്. മഗധയുടെ ആദ്യത്തെ ക്യാപിറ്റൽ രാജഗൃഹയാണ്. പിന്നീട് പാടലിപുത്രയാകും. അത് പിന്നീട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട് അതിനെക്കുറിച്ച്. ദെൻ കാശി ക്യാപിറ്റൽ വാരണാസി.
പിന്നെ വത്സ ക്യാപിറ്റൽ കൗസാംബി എന്നത് UP-യുടെ ഭാഗമാണ്. ശുരസേന ക്യാപിറ്റൽ മധുര. ശുരസേന ക്യാപിറ്റൽ മധുര. കൃഷ്ണന്റെയൊക്കെ ഫാമിലി അവിടെയായിരുന്നു എന്നാണ് വിശ്വാസം. മത്സ്യ ക്യാപിറ്റൽ വിരാട് നഗര. വിരാട നഗര എന്നോ വിരാട് നഗര എന്നോ പറയും. വിരാടൻ എന്നൊക്കെ പറഞ്ഞ രാജാവ് ഉണ്ടായിരുന്നൊരു രാജ്യമാണ് മത്സ്യ. അപ്പൊ നോക്കിയേ, കാംബോജ, ഗാന്ധാര, കുരു, പാഞ്ചാല, കോസല, മല്ല, വാജി, അങ്ക, മഗധ, കാശി, വത്സ, ശുരസേന, മത്സ്യ. ഇനി സെൻട്രൽ ഇന്ത്യയുടെ ഭാഗത്തോട്ട് വരുമ്പോൾ അവന്തി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവന്തിക്ക് 2 ക്യാപിറ്റൽസ് ആണ്, മാഹിഷ്മതി ആൻഡ് ഉജ്ജയിനി. നിങ്ങൾ ബാഹുബലി സിനിമയിൽ കാണുന്ന മാഹിഷ്മതി അല്ല, അതൊരു സ്റ്റോറി മാത്രമാണ്. അങ്ങനെ സ്ഥലം ഉണ്ടായിരുന്നു പണ്ട് മാഹിഷ്മതി. അവരുടെ മെയിൻ ആയിട്ടുള്ള റീജിയൻ ആയിരുന്നു അവന്തി. ദെൻ കുറച്ച് ഡെക്കാൻ ഭാഗത്തേക്ക് വരുമ്പോൾ അസ്മാക അഥവാ അഷ്മാക എന്ന് പറഞ്ഞ കിങ്ഡം ഉണ്ട്. ക്യാപിറ്റൽ പൗഡന്യപുരാന്നോ പാണ്ഡന്യപുരാന്നോ പറയും. പൗഡന്യപുരാന്നോ പാണ്ഡന്യപുരാന്നോ പറയും. ഇങ്ങനെ ഒരു 16 മഹാജനപദാസ് അന്ന് ലേറ്റർ വേദിക് കാലഘട്ടത്തിലെ ലാസ്റ്റ് ഫേസുകളിലായിട്ട് വന്നിട്ടുണ്ട്. 16 മഹാജനപദാസ്. പക്ഷെ ഇതിൽ ഏറ്റവും പ്രോമിനൻ്റ് ആയിട്ട് വരുന്ന മഹാജനപദ ഒരു മഗധയാണ്. ഓക്കെ, ഏകദേശം ഒരു 500 അല്ലെങ്കിൽ ഒരു 400 BC കാലഘട്ടമൊക്കെ എത്തിയപ്പോൾ 5th 6th സെഞ്ചുറി കാലഘട്ടങ്ങളിലേക്ക് എത്തിയപ്പോൾ ഗ്രാജുവലി മഗധ ബിക്കെയിം മോർ പ്രോമിനൻറ്റ്. ബാക്കിയുള്ള പ്രദേശങ്ങളെല്ലാം പതുക്കെ ദേ സ്റ്റാർട്ടഡ് ടു അനക്സ്. അങ്ങനെ ഒരു വലിയൊരു പ്രോമിനൻറ്റ് കിങ്ഡം ആയിട്ട് മഗധ എമേർജ് ആയി വരും ഇന്നത്തെ ബീഹാർ UP ഭാഗങ്ങളിലായിട്ട്. സോ ഇതൊക്കെ 16 മഹാജനപദാസ് ആണെങ്കിലും നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും ചില പ്രദേശങ്ങൾ കണ്ടോ, കേഗയ, മാദ്ര, അതുപോലെ യൗദേയ, ത്രിഗർത്ത, അതുപോലെ പട്ടാല, സൗര, പുഷ്കലവതി, ഇങ്ങനെ കുറേ സ്ഥലങ്ങൾ കാണാൻ പറ്റും അവിടെ. വിദർഭ, പുലിന്ദ, മുലാഖ, ഇതും കിങ്ഡംസ് തന്നെയാണ്. പക്ഷെ ഇതൊന്നും മഹാജനപദ കാറ്റഗറിയിൽ വരുന്നതല്ല. ചെറിയ ചെറിയ രാജ്യങ്ങൾ. ഇപ്പൊ കേകയ രാജ്യങ്ങൾ കേട്ടിട്ടുണ്ടാവും, പണ്ടത്തെ രാമായണ കഥകളിൽ പറഞ്ഞ കൈകേയിയുടെ പ്രദേശം. അതുപോലെ മാദ്ര എന്നൊരു കിങ്ഡം ഉണ്ട്. ഈ പാണ്ഡുവിന്റെ പാണ്ഡുവിന്റെ ഒരു ഭാര്യ എന്ന് പറയുന്നത് മാദ്ര കിങ്ഡത്തിലെ പ്രിൻസസ് ആയിരുന്നു. അപ്പൊ ഇതുപോലെ പല പല കിങ്ഡംസ് അവിടെ ആയിട്ടുണ്ട്. പക്ഷെ മഹാജനപദാസ് ആയിട്ട് 16 മഹാജനപദാസ് ആണ് മേജർലി ഉള്ളത്. പിന്നെ നോക്കിയത് അവിടെ പട്ടാല എന്ന സ്ഥലമുണ്ട്. ഈ പട്ടാല പറയപ്പെടുന്നത്, നിങ്ങൾ ശമ്പല എന്ന് പറയുന്ന സ്ഥലം കേട്ടിട്ടുണ്ടാവും. ഈ നമ്മുടെ വിഷ്ണു പുരാണങ്ങളൊക്കെ പറയുമ്പോൾ വിഷ്ണുവിൻ്റെ 10 അവതാരങ്ങളെ കുറിച്ചൊക്കെ പറയാറില്ല. അല്ലെങ്കിൽ ലാസ്റ്റത്തെ 10th അവതാരം കൽക്കി ജനിക്കാൻ പോകുന്ന സ്ഥലമായിട്ടൊക്കെ പണ്ട് പുരാണ കഥകളിൽ പറയുന്ന സ്ഥലമാണ് ശമ്പല. ഈ ശമ്പല മേ ബി പട്ടാല റീജിയൻ ആയിരിക്കാം എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. അങ്ങനെയൊക്കെ പല പല തിയറീസ് ഉണ്ട്. അപ്പം ഇങ്ങനെ കുറേ രാജ്യങ്ങൾ ഈ സമയത്തുണ്ട്. പക്ഷേ ഏറ്റവും പ്രോമിനൻ്റ് വരുന്ന രാജ്യം ഏതാണ്? ദാറ്റ് വാസ് മഗധ. ഇനി ഈ മഹാജനപദാസിൻ്റെ ഒരു നേച്ചറിലേക്ക് കടക്കുകയാണെങ്കിൽ നിങ്ങൾ ഈ മഹാജനപദാസ് ഒന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ചില രാജ്യങ്ങൾ മൊണാർക്കിയൽ കിങ്ഡംസ് ആണ്. എന്ന് വെച്ചാൽ അവിടെ ഹെറിറ്ററി മൊണാർക്കി ഫോളോ ചെയ്യുന്ന രാജ്യങ്ങളാണ്. രാജാവുണ്ടാവും, രാജാവിൻ്റെ മക്കൾ തന്നെ ആയിരിക്കും അടുത്ത രാജാവ്, അവരുടെ മക്കളായിരിക്കും അടുത്ത രാജാവ്. ഇങ്ങനെ പോകുന്ന ഹെറിറ്ററി റൂളിംഗ് ഉണ്ടായിരുന്ന കിങ്ഡംസ് ഉണ്ട്, മൊണാർക്കിയൽ കിങ്ഡംസ്. അത്തരം മഹാജനപദാസ് ഉണ്ട്. അത് പോരാണ്ട് ചില മഹാജനപദാസ് വേർ ഗണസംഘാസ് അല്ലെങ്കിൽ റിപ്പബ്ലിക്സ്. എന്ന് വെച്ചാൽ അവിടെ രാജാവിന് അല്ലെങ്കിൽ ദ കിങ് വാസ് ബീൻ ഇലക്റ്റഡ്. അങ്ങനെയുള്ള കിങ്ഡംസും ഉണ്ട്. ദ ഹെഡ് ഓഫ് ദ സ്റ്റേറ്റിനെ ഒരു എലക്റ്റഡ് വ്യക്തിയായിട്ടും വരാനുള്ള സാധ്യതകളുള്ള മഹാജനപദാസ് ഉണ്ട്. അത്തരം ജനപദാസിനെയാണ് നമ്മൾ ഗണസംഘാസ് അഥവാ റിപ്പബ്ലിക്കൻ കിങ്ഡംസ് എന്നൊക്കെ പറയപ്പെടുന്നു. ദ കിങ് ഓർ ദ ചീഫ്, ദ രാജൻ ഇസ് ബീൻ എലക്റ്റഡ്. ഓക്കെ, അന്നത്തെ രാജാക്കന്മാരെ, ഗണസംഘാസിൽ ഉള്ള രാജാക്കന്മാരെ ഗണപതി എന്നോ ഗണരാജ എന്നോ വിശേഷിപ്പിക്കാറുണ്ട്. ഓരോ റിപ്പബ്ലിക്കൻ ക്ലാനുകൾ അല്ലെങ്കിൽ ഓരോ ഒലിഗാർക്കീസിൻ്റെയും ഒരു ഹെഡായിട്ട് പറയപ്പെടുന്നതാണ് ഗണപതി അഥവാ ഗണരാജ. ദ കിങ് വാസ് ബീൻ ഇലക്റ്റഡ്. ഇവിടുത്തെ സൊസൈറ്റി മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ കാസ്റ്റ് സിസ്റ്റം ഫോളോ ചെയ്യുന്നുണ്ടെങ്കിലും ദ കാസ്റ്റ് ലയബിലിറ്റി വാസ് വെരി ലിമിറ്റഡ്. ഓക്കെ, ആ ഒരു ആംഗിളാണ്. ഇപ്പോൾ ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര കാറ്റഗറൈസേഷൻസ് ഉണ്ട്. പക്ഷേ ആ കാസ്റ്റ് ലയബിലിറ്റി അത് കൃത്യമായിട്ട് ഓർത്തഡോക്സ് ആയിട്ട് റിജിഡായിട്ട് ഫോളോ ചെയ്യണമെന്നൊന്നുമില്ല. കുറച്ചുകൂടി സൊസൈറ്റി എന്താണ് ഒരു ഫ്രീ സൊസൈറ്റി ആയിരുന്നു
എന്ന് വേണമെങ്കിൽ പറയാം. അത്തരം റിപ്പബ്ലിക്കൻ കിങ്ഡംസിനെ ഗണസംഘാസ് എന്ന് വിശേഷിപ്പിക്കും. പക്ഷേ മെജോറിറ്റി കിങ്ഡംസും മൊണാർക്കിയൽ കിങ്ഡംസ് ആണ്, ഹെറിറ്ററി മൊണാർക്കി ഉള്ള കിങ്ഡംസ് ആണ്. എല്ലാ പവേഴ്സും രാജാവിൻ്റെ കയ്യിലായിരിക്കും. ആൻഡ് ദ കിങ് വാസ് ബീൻ അസിസ്റ്റഡ് ബൈ മിനിസ്റ്റേഴ്സ്. രാജാവിനെ അസിസ്റ്റ് ചെയ്യാനായിട്ട് സർട്ടൻ മിനിസ്റ്റേഴ്സ് ഉണ്ടാകും. ഇവരായിരിക്കും കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത്. അവിടെ ജനങ്ങളുടെ അഭിപ്രായം ചോദിക്കണം എന്നുള്ള നിർബന്ധമൊന്നുമില്ല, ഡിസ്കഷൻസ് അധികം നടക്കാറില്ല. ഇവിടെ കാസ്റ്റ് ഹയറാർക്കി ഉണ്ട്, കുറച്ച് റിജിഡായിട്ട് തന്നെ ഫോളോ ചെയ്യാറുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, ഇവിടെ കാര്യങ്ങളെല്ലാം രാജാവ് നേരിട്ട് തീരുമാനിക്കും. ഗണസംഘാസിൽ അങ്ങനെയല്ല, അവിടെ രാജാവുണ്ട് ഹെഡ്, പക്ഷേ രാജാവിനെക്കാളും ജനങ്ങൾക്ക് കുറച്ചുകൂടി അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ടാവും. ജനങ്ങളോട് കാര്യങ്ങൾ അവതരിപ്പിച്ചിട്ടായിരിക്കും ഒരു തീരുമാനമെടുക്കുക. അതൊന്നും ഇവിടെ കാണത്തില്ല. ഓക്കെ, കുറച്ചുകൂടി ഹെറിറ്ററി റൂളിംഗ് ആയിരിക്കും കിങ്. കിങ് ഈസ് എലക്റ്റഡ് അല്ല, കിങ് ഹാഡ് സം ഹെറിറ്ററി റൂളിംഗ് ഓവർ ദി കിങ്ഡം. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, നമ്മൾ ഈ 16 മഹാജനപദാസിനെ കുറിച്ച് പറഞ്ഞില്ലേ, ഇതിൽ മെജോറിറ്റി മഹാജനപദാസും ആദ്യ കാലഘട്ടങ്ങളിൽ റിപ്പബ്ലിക് ആയിരുന്നിരിക്കുക. അത് കഴിഞ്ഞിട്ടാണ് ദേ ബിക്കെയിം ദിസ് മൊണാർക്കിയൽ കിങ്ഡം, ഹെറിറ്ററി മൊണാർക്കിയൽ കിങ്ഡം ആയിട്ട് മാറുന്ന. അങ്ങനെയാണ് ഒട്ടുമിക്ക രാജ്യം. ഇപ്പൊ നമ്മൾ മഗധയെ കുറിച്ച് പറഞ്ഞില്ലേ, അല്ലെങ്കിൽ പോട്ടെ കുരു കിങ്ഡത്തിനെ കുറിച്ച് പറഞ്ഞില്ലേ, ഇവരെല്ലാം ഒരു സമയത്ത് റിപ്പബ്ലിക്കാനായിരിക്കാം എന്നാണ് പറയുന്നത്. നമ്മൾ ഏർലി വേദിക് കാലഘട്ടത്തിലെ കണ്ടതാണ്. അവിടെയൊക്കെ രാജാവിനെ എലക്റ്റഡ് ആയിരുന്നു. അതുപോലെ കിങ്ഡംസ് ആയിരുന്നു മെജോറിറ്റി. പിന്നെ പിന്നെ പതുക്കെ 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 ആ ഒരു ഹെറിറ്ററി മൊണാർക്കിയിലേക്ക് മാറുകയുണ്ടായത്. പക്ഷെ അവസാനം വരെയും ഗണസംഘാസായിട്ട് നിന്നിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കിങ്ഡം ഉണ്ട്. നമ്മൾ പറഞ്ഞു വാജി എന്ന് പറഞ്ഞൊരു കിങ്ഡം. വാജി ഒരു കോൺഫെഡറസി ആണെന്ന് ഞാൻ പറഞ്ഞു, 8 ക്ലാനുകളുടെ കൂട്ടായ്മയാണ്. അവിടെ തുടക്കം മുതൽ അവസാനം വരെയും ദേ റിമെയിൻഡ് ആസ് ഗണസംഘാസ് ഓർ ദേ റിമെയിൻഡ് ആസ് റിപ്പബ്ലിക്കൻ കിങ്ഡംസ്. അതിന് ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ ആണ് വാജി. ബാക്കിയെല്ലാം മൊണാർക്കിയൽ കിങ്ഡംസ് ആയിരുന്നു ടിപ്പിക്കലി. ഓക്കെ, ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കാം.